ചന്തയാണോ? അയ്യോ ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഇവിടെ ഏതാ? PTO സാറ് വന്നില്ല? കമ്പ്യൂട്ടർ ലാബ് പോയിട്ടുണ്ടോ? ആദ്യമായിട്ടാ? അതെ സാറേ, കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയില്ല സാറേ. പോയാലോ എന്നാ പിന്നെ. പക്ഷെ പോകുന്നതിന് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സംസാരിക്കരുത്, വെൽ ഡിസിപ്ലിൻ ആയിരിക്കണം. പിന്നെ ഒരു കാര്യം, ഞാൻ പറയാതെ കമ്പ്യൂട്ടർ തൊടാൻ പാടില്ല. ഇല്ല. ഓക്കെ ആണോ? കമ്പ്യൂട്ടർ ലാബ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഗൂഗിളിലൊക്കെ ജോലി കിട്ടും. ആര് പറഞ്ഞു? എന്റെ ചേട്ടൻ ഇപ്പം ഗൂഗിളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ മൊത്തം എത്ര പേരാ? 20 പേരില്ലയോ? മൊത്തത്തിൽ 20 ആകുമ്പം നമുക്ക് ടോട്ടലി 10 കമ്പ്യൂട്ടർ ഉള്ള 2 പേർക്ക് ഒരു കമ്പ്യൂട്ടർ. ഒരു കാര്യം ചെയ്യല, ലൈനായിട്ട് എന്റെ പറഞ്ഞു പോവാ. അതിന് സാറിന്റെ കാലമൊന്നും അല്ലല്ലോ സാറേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈനൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ലൈൻ ഇല്ലാത്തതിന്റെ ആ ഡയലോഗ് അതുകൂടെ വേണ്ട കേട്ടോ. എന്റെ കൊച്ചിലോട്ടെ കേൾക്കുന്ന അറിയോ? നീ വരുന്നില്ലയോ? ഞാനിങ്ങ് പറഞ്ഞില്ല. വീട്ടിലാണ് 2 കമ്പ്യൂട്ടർ ഉണ്ട്. ഒന്ന് അച്ഛനും ഒന്ന് അമ്മയും. ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞാട്ടാ പോയിട്ട്. എന്നാ നീ മാറാൻ. പിന്നെ ക്ലാസ്സിൽ ആരും ഇരിക്കാൻ പാടില്ല കേട്ടോ. സാറേ എല്ലാരും ഉണ്ടോ? ക്ലാസ്സിൽ ആരും ഇല്ലേ? ഇല്ല. കേറുന്നതിന് മുമ്പ് എല്ലാരും ചെരുപ്പ് ഊരിട്ടേക്കണം കേട്ടോ. ചെരിപ്പൂരെന്തോ അമ്പലവും അകത്ത് ടൈൽസ് ഒക്കെ ഇട്ടേക്കോ. AC ഒക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പൊ ചെരുപ്പെല്ലാം ഊരിട്ട്. ഇതെന്തുവാടാ AC ഫുള്ള് ടൈൽസ്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ഒരു ഫാൻ പോലും ഇല്ല. ഞാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച്, +1 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നുണ്ട്. അതാകുമ്പോ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ കളിച്ച് AC ഒക്കെ കൊണ്ട് കുളിര് കയറി അവിടെ ഇരിക്കായിരുന്നു. ഏത് ഒരു 2-3 മണിക്കൂറൊക്കെ ഈ കമ്പ്യൂട്ടർ കളിച്ചു കഴിഞ്ഞാല് തലവേദന എടുക്കും. രാവിലെ ഞാൻ കളിച്ചിട്ട് തലവേദന എടുത്തിവിടെ ഇങ്ങനെ എടുത്തിരിക്കുക. വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ള പൊങ്ങച്ചം കണ്ടു. ആടാ പൊങ്ങച്ചം തന്നെ. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിട്ട് തന്നെ അത് 2 എണ്ണം. ഞങ്ങളിപ്പോ സോറി സാർ, ആള് മാറി വിളിച്ചത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലാബിന്റെ ഇൻചാർജ് ദിവ്യ ടീച്ചർ. ടീച്ചർ ഇവർ ആദ്യമായിട്ടാണ്. ടീച്ചറെ അപ്പം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തോളൂ. അപ്പൊ 2 പേര് വെച്ചിട്ട് കയറിയട്ടെ. എന്തിനാണ് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കളിക്കണമെങ്കിൽ ഒരു ദിവസം വീട്ടിലോട്ട് പോ, ഞാൻ കളിപ്പിക്കാം. ഇഷ്ടം പോലെ സമയം. 2GB റാമേ ഉള്ളല്ലേ, ഇങ്ങനത്തെ ഗെയിമൊക്കെ ലോഡ് ആകുമോ? ഇത് മതി, എക്സ്പീരിയൻസ് ഇല്ലല്ലോ. മക്കളെ, അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ എങ്ങനെ ആദ്യം ഓൺ ആക്കാതെ പഠിക്കാം. UPS CPU then കമ്പ്യൂട്ടർ. എങ്ങനെ സാർ UPS CPU then കമ്പ്യൂട്ടർ. സാർ ഇതല്ലേ UPS? ടീച്ചറെ പറഞ്ഞു കൊടുക്കും. മോനെ ഇതല്ല UPS, ഇതാണ് UPS. എനിക്ക് തോന്നി. ടീച്ചറെ ടീച്ചർ വിട്ടിരുന്നു. എന്താ സാർ തെറ്റിപ്പോയോ? വളരെ കറക്റ്റ് പറഞ്ഞു. മക്കളെ, ഇതാണ് UPS, ഇത് CPU, ഇത് കമ്പ്യൂട്ടർ. ആദ്യം UPS ഉണ്ടാക്കി എടുത്തേ, വിരലിങ് എടുത്തേ. കഴിഞ്ഞ അത് മോണിറ്റർ ഓടായതാ. CPU ഞെക്കിയാലേ കമ്പ്യൂട്ടർ വർക്ക് ആകത്തുള്ളൂ. ഇപ്പൊ ഓടായി വരും. മതി മതി, തൊടല്ല ആവശ്യമില്ലാതെ. ഡോണ്ട് ടച്ച്. മക്കളെ, ഇവിടെ എന്തായി? സാറേ ബൂട്ടിങ് നടക്കുവാന്ന് എഴുതി കാണിക്കുന്നത്. അതിപ്പോ വർക്ക് ആവും കേട്ടോ, നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? ആദ്യമേ ഡെസ്ക്ടോപ്പ്, റൈറ്റ് ക്ലിക്ക്, ഫോൾഡർ, ന്യൂ ഫോൾഡർ. എടാ ഇതെന്തൂടെ ഇടത്തോട്ട് പിടിക്കുമ്പോ വലത്തോട്ട് വന്നേ? എടാ നീ ആ 2 കൈയും വെച്ച് അമർത്തി ഒന്ന് പിടിച്ചേ. രണ്ടോ? ലെഫ്റ്റിലോട്ട് പിടിച്ചേ. വന്നോടാ. ഇല്ല വന്നില്ല. ലെഫ്റ്റിലോട്ട് പിടിച്ചേ. വരട്ടെ. കിട്ടിയാ? വന്നില്ല. എടാ ഇപ്പൊ ആയോ നോക്കിയടാ. ഇല്ല ഇച്ചിരി താഴോട്ട് കൊണ്ടുവന്നേ. താഴോട്ടോ? ഇച്ചിരി ഇപ്പൊ ആയോടാ? ഇല്ലടാ. ഇല്ല നീ ഇച്ചിരി ലെഫ്റ്റിലോട്ട് പിടിച്ചേ. ലെഫ്റ്റ്. ഇച്ചിരി കൂടെ. ഇപ്പൊ ഇല്ല ഇച്ചിരി റൈറ്റിലോട്ട് പിടിച്ചേ. ഇപ്പഴോ? എന്താ കാണിക്കുവാ? കിട്ടുന്നില്ലയോ? ഇങ്ങോട്ടൊന്നേ. അവിടെ ഇട്ടൊരച്ച കിട്ടത്തില്ല, ഇവിടെ ഇട്ടൊരക്കെ കിട്ടും. മോനെ കിട്ടുന്നുണ്ടോടാ? ഇപ്പൊ അടുത്ത് വരുന്നുണ്ട്. സൈഡിലോട്ട്. അല്ല ഇതെന്താണ് ഈ ബൂട്ടിംഗ് എന്ന് പറഞ്ഞോണ്ട് കാണിക്കുന്നത്? എന്തോ ഈ ബൂട്ടിംഗ്? ആർക്കറിയാം, ഞാൻ ഇന്നല്ലേ ആദ്യമായിട്ട് കാണുന്നത്. ഒന്നുകൂടെ ഓഫാക്കിട്ട് ഓണാക്കി. ഇത് എത്രാമത്തെ തവണ, 100ാമത്തെ തവണ ഇത് ഓഫാക്കിട്ട് ഓണാക്കുന്നത്. ഇങ്ങനെ തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. അവന്റെ പ്രാക്കാ സുബീഷിന്റെ ഉറപ്പാ. ഇപ്പഴോ? ഇപ്പൊ correct ആയിട്ട് കേട്ടോ. എങ്ങനുണ്ട്? ഇപ്പൊ ഏകദേശം കൃത്യമായോ? ഇച്ചിരൂടെ വരാനുണ്ട്. ഇച്ചിരൂടെ മുകളിലോട്ടോ? ഇപ്പൊ ആയോ? ടീച്ചറിന് ഒരു ബുക്ക് വെച്ചിട്ട് അതിന്റെ മണ്ടക്കിട്ട് വരച്ചാ പോരെ. എന്റെ പൊക്കിലിട്ട് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ടീച്ചറിന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞേ? എനിക്കിതല്ല, ഇതൊക്കെ മേലെയാ, അക്ഷയ സെന്ററിൽ. എടാ ഞാൻ ഫയൽ ഉണ്ടാക്കി. ഈ ഫയലിൽ എന്തോ പേര് ഇടാ? നിന്റെ തത്തയുടെ പേരിടാ. വേണ്ടേ, കൂടുതൽ ഉണ്ടാക്കല്ലേ. എടാ ഇത് കണ്ടോ അക്ഷരം ഇളക്കാൻ പറ്റൂടാ. ഇത് കണ്ട് ലൈറ്റ് കണ്ടോ, ഇത് മൊത്തം ഇളക്കി വരൂടാ. നല്ല രസമാടാ ഇത്. ഇത് കിലിക്കാടാ, അടിപൊളി രസം. ഫയൽ ഉണ്ടാക്കി.
ഉണ്ടാക്കിയോ? മൗസ് ഇതുവരെ വന്നില്ല. എടാ മോനെ ഇതുണ്ടോ, ഇത് കറക്റ്റ് ഇവിടെ വെച്ചാൽ മതി. ഇച്ചിരി ഇടയ്ക്ക് തന്നെ മൊത്തം കിട്ടും കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. റൈറ്റ് ക്ലിക്ക്, ന്യൂ ഫോൾഡർ, ഇത്രേ ഉള്ളു. സാറിന്റെ ഒരു കഴിവേ. ഇനി ഒരു പേര് വിട്. സാറേ ഇതിനകത്ത് ഏ കാണുന്നില്ല സാറേ. സാറേ തുമ്പ പോയാമാരില്ലയോ ഏ ഒക്കെ മാറ്റിയാ വെച്ചേക്കുന്നത്, ഞാൻ തിരിച്ചു വെക്കട്ടെ? മക്കളെ ഇത് അങ്ങനാണ്, ഇത് ക്യൂവർട്ടി കീബോർഡ് ആണ്. ഇവിടെ അങ്ങനെ ഇങ്ങോട്ടേക്ക് ഏ ആണ് ഇവിടെ കിടക്കുന്നത്. ബി എന്ത് സാറേ? ബി ഇതാണ്ട്. ഈ എന്ത് സാറേ? എല്ലാം ഉണ്ട് അതിനകത്ത്, ഉണ്ടോ? തപ്പിയാ മതി. പിള്ളേർക്കൊന്നും അറിയത്തില്ല അല്ലേ സാർ? പെരട്ടെ, നിന്റെ നാളും രാത്രി ഒരു ദോഷം കാണിക്കുന്നു. നിനക്ക് ശുക്രൻ അടിക്കുന്നോണ്ടാ ഇത് വർക്കാവാം. മക്കളെ എന്തായി? സ്റ്റിൽ ബൂട്ടിങ്ങാ സാറേ. കൂട്ടിങ്ങ അല്ലയോ? എസ് എന്തോ ശ്രുതി അപ്പുറത്തുള്ള ആറോ അത് മൊത്തം ഇന്ന് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടേ പോവാം. സാറേ ഇളക്കാനേ അറിയത്തുള്ളൂ, ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഒരു 400 എഴുതിക്കണേ അവന്റെ പേരില്. മോനെ രാഹുൽ എന്നല്ലേ പേര്? അയ്യോ എടാ ഫയല് കാണുന്നില്ല. ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടോ? നീ എന്തോ കാണിച്ചാ സാറേ? ഇങ്ങ് വന്ന സാറേ, ഫയല് കാണുന്നില്ല സാറേ. ഫയല് കാണുന്നില്ല. സൂക്ഷിക്കണ്ടേ? ഇവിടെ എവിടെയെങ്കിലും കാണും. അതിന്റെ അടിയില് ഇല്ലയോ? എന്തോ പറ്റി, എന്തോ പറ്റി? ഫയല് കാണുന്നില്ലെന്ന്. ഫയലാണോ? ഫയൽ ചിലപ്പം അതാ റീസൈക്കിൾ ബിന്നിക്കോ. ഷിയാസിന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? ഒന്നല്ല സാറേ, രണ്ടെണ്ണം ഉണ്ട് വീട്ടില്. ഷിയാസ് എന്നാ പിന്നെ മോനെ ഇവർക്ക് ഫയൽ എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിപ്പിക്കട്ടോ. ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട്. മോനെ പ്രശ്നമില്ല. ഷിയാസിക്ക, ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. എന്തോ മോനെ പ്രശ്നം? ഇത് ഓൺ ആവുന്നില്ല. ഞാൻ ഓണാക്കി തരാം. ഷിയാസിക്ക, ഓ എന്തോ മോളെ. ഗുഡ് ഗുഡ് ഗുഡ്, നല്ല ഭാവി ഉണ്ട് കേട്ടോ. ഗുഡ്. സാറേ കാക്ക ഞാനാ വരച്ചേ. മലയ്ക്ക് കളർ കൊടുത്ത ഞാനാ. അപ്പൊ ഇന്നത് മതി കേട്ടോ. അപ്പം വിൻഡോസ് ഷട്ട് ഡൗൺ കേട്ടല്ലോ. അതിന്റെ ആവശ്യമില്ല, പവർ സ്വിച്ച് ഷിയാസേ സ്മാർട്ട് ആവാം, ഓവർ സ്മാർട്ട് ആവരുത് കേട്ടോ. ഓവർ സ്മാർട്ട് വേണ്ട, ഷട്ട് ഡൗൺ. മക്കളെ ഷട്ട് ഡൗൺ ചെയ്യട്ടോ കമ്പ്യൂട്ടർ. സാറേ അതിപ്പോഴും ബൂട്ടിങ് നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു. അടുത്ത ക്ലാസ് നോക്കാം. ബാ ബാ, ഒന്നും ചെയ്തില്ല. കുഴപ്പമില്ല. ബാ മോനെ നിന്ന്. എലാസ്റ്റിക് പൊട്ടിപ്പോയി സാറേ. അപ്പൊ ആ മോണിറ്ററെ കുത്തിയിരുന്നു വയറ്, തൽക്കാലം എടുത്തേ ഉള്ളൂ. ടീച്ചറെ 250. സാറേ നാളെ വരുമ്പോ ഞാൻ കൊണ്ടുതരാം. ഊരിപ്പോന്നുണ്ടാ കുഴപ്പമില്ല. അല്ല നീ എന്തിനാ കീബോർഡ് എടുത്ത് ബാഗിലിട്ടേക്കുന്നേ? നാട്ടുകാർ വിചാരിക്കട്ടെ എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെന്ന്. പിന്നെ കൊച്ചിന് ABCD പഠിക്കാമല്ലോ, എല്ലാ അക്ഷരവും കൊണ്ടില്ല. അമ്മോ ആ അതെ, ഇന്ന് കമ്പ്യൂട്ടർ ലാബിൽ പോയപ്പോഴേ ഒരു കാര്യം മനസ്സിലായി. ഈ കമ്പ്യൂട്ടർ ഇല്ലാതെ പഠിത്തം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ ഒരു കമ്പ്യൂട്ടർ ഇവിടെ വേണം.